ആഗമനകാലം കാത്തിരിപ്പിൻ്റെ ഒരു കാലമാണ്. ഇസ്രായേൽക്കാരെ സംബന്ധിച്ച് കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു സെൻറ്റിമെൻ്റൽ ആയിട്ടുള്ള ഒരു കാത്തിരിപ്പല്ല. അവരെ കാത്തിരിക്കുന്നത് രക്ഷകനെയാണ് കാത്തിരിക്കുന്നത്. രക്ഷകൻ എന്ന് പറഞ്ഞാൽ അവരെ മോചിപ്പിക്കുന്ന, എല്ലാ തരത്തിലും മോചിപ്പിക്കുന്ന ഒരു രക്ഷകനെയാണ് കാത്തിരിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മളും കാത്തിരിക്കേണ്ടത് ഒരു രക്ഷകനെയാണ്. നമ്മുടെ ഈ കാലഘട്ടം നമ്മളോട് പറയുന്നത് സെൽഫായിട്ട് എനിക്ക് എന്നെ തന്നെ രക്ഷിക്കാൻ കഴിയും. നമുക്കിവിടെ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള ഒരുപാട് പുസ്തകങ്ങളൊക്കെ അവൈലബിളാണ്. ഈ പുസ്തകങ്ങളൊക്കെ നമ്മളോട് പറയുന്നത് ഒത്തിരി നമുക്ക് നമ്മളെ തന്നെ രക്ഷിക്കാൻ കഴിയുമെന്നാണ്. യഥാർത്ഥത്തിൽ അത് സാധ്യമാണോ എന്ന് ചോദിച്ചാൽ സാധ്യമല്ല. യഥാർത്ഥത്തിൽ നമ്മളെ രക്ഷിക്കാനായിട്ട് ഒരു രക്ഷകനെ ആവശ്യമാണ്. ആ രക്ഷകനാണ് യേശുക്രിസ്തു. അപ്പോൾ ആ രക്ഷകൻ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ കർത്താവായ യേശുക്രിസ്തു യഥാർത്ഥത്തിൽ ഒരു വാരിയറാണ്. കാരണം അവിടെ രക്തച്ചൊരിച്ചിലിൻ്റെയോ മറ്റ് ആക്രമണത്തിൻ്റെയോ തരത്തിലുള്ള ഒരു പോരാട്ടമല്ല ക്രിസ്തു നടത്തിയത്. ക്രിസ്തു നടത്തിയ പോരാട്ടം പിശാചിനോടും പിശാചിൻ്റെ വലിയ തന്ത്രങ്ങളോടുമാണ്. അതിനെ അതിജീവിച്ചവനാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ കാണപ്പെടാത്ത ചില ശക്തികളോട് അനുദിനം നമ്മൾ പോരാടുന്നുണ്ട്. ഒരു ഉദാഹരണത്തിലൂടെ നമുക്ക് വ്യക്തമാകാൻ സാധിക്കും. ഒരു വീട്ടിൽ ഒരുപാട് തരത്തിലുള്ള അഡിക്ഷൻസ് ഉള്ള ഒരാളാണ്. ചിലപ്പോഴത് ഡ്രഗ് അഡിക്ഷൻ ആയിരിക്കാം, സബ്സ്റ്റൻസ് അഡിക്ഷൻ ആയിരിക്കാം, മറ്റു ചില പോർണോഗ്രാഫി അഡിക്ഷൻസ് ആയിരിക്കാം. ഇങ്ങനെയുള്ള ഒരാൾക്ക് അയാളെ രക്ഷിക്കാനായിട്ട് എങ്ങനെയാണ് സാധിക്കുക? അയാളെ രക്ഷിക്കാനായിട്ട് സാധിക്കുമോ? പലപ്പോഴും അത് സാധ്യമല്ലെന്ന് നമ്മുടെ അടുക്കൽ വരുന്ന പലരും നമ്മളോട് വ്യക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. സാധിക്കുന്നത് ഒരു രക്ഷകനാണ്. ആ രക്ഷകൻ അയാളെ ഈ തരത്തിലുള്ള വലിയ പ്രയാസങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തുന്ന അനുഭവം എത്ര തവണയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ഒരിക്കൽ ഒരു ധ്യാനത്തിന് പങ്കെടുക്കാനായിട്ട് പോയ മദ്യത്തിന് അടിപ്പെട്ടു പോയൊരു മനുഷ്യനെ എത്രയോ വട്ടം അയാൾ പല രീതിയിൽ ഇതിൽ നിന്ന് മോചനത്തിന് വേണ്ടി പോയിട്ട് ഒരു ദിനം അയാളെ തന്നെ വീണ്ടെടുക്കുന്നൊരു ദിവസം ഉണ്ടായിരുന്നു. അതയാൾ ആ ക്രിസ്തുവിൻ്റെ കൃപയിലൂടെയാണ് രക്ഷ പ്രാപിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ യഥാർത്ഥത്തിൽ ക്രിസ്തു എന്ന് പറയുന്ന ഒരു ഗുരുവിനെയോ ഒരു ധാർമ്മികമായി നമ്മളെ പഠിപ്പിച്ച ഒരു വ്യക്തിയോ അല്ല, ദൈവത്തെയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. യഥാർത്ഥത്തിൽ വെളിപാടിൻ്റെ പുസ്തകത്തിലെ ഏറ്റവും അവസാനത്തെ അധ്യായം 22-ാമത്തെ അധ്യായം 20-ാമത്തെ ആ വാക്യമുണ്ട്. അത് നമ്മൾ ആവർത്തിച്ച് ഈ ആഗമനകാലത്തിൽ ഉരുവിട്ടുകൊണ്ടിരിക്കുകയാണ്. കർത്താവേ വരണമേ, കർത്താവേ വേഗം വരണമേ, മാറാനാത്ത. എന്തിനാണ് കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് വേഗം വരേണ്ടത്? രക്ഷ നൽകാനാണ്. ഏതിൽ നിന്ന്? നമ്മളെക്കൊണ്ട് സാധിക്കാത്ത ചില അടിമത്തത്തിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കാനായിട്ട്. നമ്മളെക്കൊണ്ട് സാധിക്കാത്ത ചില അഡിക്ഷൻസ് ഉണ്ട്. ചിലതിൽ നിന്നൊക്കെ നമ്മളെ മോചിപ്പിക്കുന്ന ഒരു രക്ഷകനെ നമ്മൾ കാത്തിരിക്കുകയാണ്. ആ രക്ഷകനാണ് യേശു.